ആയുർവേദ ചികിത്സയും ആയോധന കലയും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും രസതന്ത്രവും ഉൾപ്പെടെ നിരീശ്വരവാദം വരെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. നളന്ദ സർവകലാശാലയിൽ പോലും പഠിപ്പിക്കാതിരുന്ന ചർവാക മതവും ഇവിടുത്തെ പാഠ്യവിഷയമായിരുന്നു എന്നറിയുമ്പോഴാണ് കാന്തളൂർ ശാലയുടെ മാഹാത്മ്യം നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണ നളന്ദ എന്ന വിളിപ്പേരും കാന്തളൂർ ശാലയ്ക്കുണ്ടായിരുന്നു. ആയോധന കലകൾ അഭ്യസിക്കുന്നവർ ആയുധങ്ങളുമായി ശാലയ്ക്ക് പുറത്തു പോകരുത് എന്ന നിയമവും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മഠങ്ങളിൽ സ്ത്രീ ജീവനക്കാരെ നിയമിച്ചിരുന്നില്ല. വളരെ ചിട്ടയായ ജീവിതക്രമമായിരുന്നു ശാലയ്ക്കുള്ളിൽ അനുവർത്തിച്ചിരുന്നത്.